ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പിന്നിൽ തന്ത്രിയുമുണ്ട്. തന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് മറ്റാരും ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് കൃത്യമായൊരു പ്രവചന സ്വഭാവത്തോടു കൂടിയും അതുപോലെ തന്നെ പ്രതികരണം, കൃത്യമായൊരു പ്രതിഷേധ പ്രതികരണവുമായി രംഗത്തെത്തിയത് സ്വാമി ഭദ്രാനന്ദാണ്. അത് അതേപടി സംഭവിച്ചു. ശബരിമലയുടെ പുരാതനമായ കൊടിമരമടക്കമുള്ള പല വിലപ്പെട്ട സാധനങ്ങൾ, അതായത് ഇടിമിന്നലേറ്റ് അതിനകത്തൊരു കെമിക്കൽ ആക്ഷൻ ഉണ്ടായി. ആ റിയാക്ഷൻ്റെ ഇതിൽ ആ മെറ്റലിനുണ്ടായിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ മാത്രമാണ്. അങ്ങനെ ഒരു വസ്തു ശബരിമലയിലുണ്ടെന്ന് കർണാടകയിലെ മധ്യരാജാവിന് വിവരം ശബരിമലയിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. അങ്ങ് ഇപ്പൊ വെളിപ്പെടുത്തിയത് വലിയൊരു വെളിപ്പെടുത്തലാണ്. പറയുക എന്നത് ഒരു ധർമ്മത്തിന്റെ കൂടി ഭാഗമാണ്. ധർമ്മത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടാണ് 4 പ്രാവശ്യം ജയിലിൽ പോകും ഈ നാട്ടിലൊട്ടത്തിൽ. എത്ര സംസാരമൊക്കെ ചെയ്യേണ്ടവൻ ചെയ്താൽ അത് ചെയ്തത് തന്നെയാണ്. പക്ഷെ ആർക്കാണ് ഇത് ചെയ്യാൻ അറിയുക എന്നുള്ളതാണ് അറിയാം. 550 കോടിയുടെ കൊള്ളയാണ് നടത്തുന്നത്. 550 കോടി. അതും ഈ ഇടതുപക്ഷ സർക്കാർ അതിനെതിരെ ഒരു ആക്ഷനും എടുക്കുന്നില്ല എന്നുള്ളത് അത്ഭുതമാണ്. നമസ്കാരം. ഇന്ന് കൂടെയുള്ളത് സ്വാമി ഭദ്രാനന്ദാണ്. ആഫ് സന്യാസി, ആഫ് മാഫിയ, ഇങ്ങനെയാണ് സ്വാമി അറിയപ്പെടുന്നത്. സ്വാമിയുമായി മുമ്പും ഇന്റർവ്യൂ ഇരുന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത്. സ്വാഗതം. ആഫ് മാഫിയ പല ആളുകളും അങ്ങേപ്പറ്റി പറയുന്ന വാക്കാണ്. ആഫ് മാഫിയ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ കൊള്ള എന്ന് പറയുന്നത് ഇതുവരെ കണ്ടതൊന്നുമല്ല. ആഴക്കടലിൻ്റെ ആഴമളക്കുന്നത് പോലെ അനുദിനം കൂടി വരുന്ന ഒരു തീവ്രത കൂടി വരുന്ന ഒരു വലിയ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന നിലയ്ക്ക് തന്ത്രി അറസ്റ്റിലാവുകയും ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പിന്നിൽ തന്ത്രിയുമുണ്ട്. തന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് മറ്റാരും ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് കൃത്യമായൊരു പ്രവചന സ്വഭാവത്തോടു കൂടിയും അതുപോലെ തന്നെ പ്രതികരണം, കൃത്യമായൊരു പ്രതിഷേധ പ്രതികരണവുമായി രംഗത്തെത്തിയത് സ്വാമി ഭദ്രാനന്ദാണ്. അത് അതേപടി സംഭവിച്ചു. ഇപ്പോൾ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ പിന്നിലെ ലോകമറിയാത്ത പല സത്യങ്ങളെ സംബന്ധിച്ചും സ്വാമി ഭദ്രാനന്ദന് കൃത്യമായ അറിവുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പുറം ലോകം അറിയേണ്ടതല്ലേ? അതൊന്ന് അറിയിക്കേണ്ടതല്ലേ? ഭാരത രഹസ്യങ്ങൾ എപ്പോഴും എല്ലാം പ്രാക്ടിക്കലാണ്. മീൻസ് അത് പറയുന്നത് കൊണ്ട് കൃത്യമായിട്ടൊരു അന്വേഷണം ഉണ്ടാവും എന്ന് ഉറപ്പുണ്ടാവും. ഇപ്പം തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർക്കും ഗവൺമെൻറ്റിനും ഒക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിനപ്പുറം നിന്ന് അവർക്ക് എന്തുമാത്രം ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ തന്ത്രിയുടെ കേസിൽ അന്ന് വലിയ രീതിയിൽ നമ്മൾ പല രീതിയിൽ സംസാരിച്ചെങ്കിലും ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തിക്കാൻ നമുക്ക് പത്രസമ്മേളനം വരെ നടത്തേണ്ടി വന്നു. അതും കേരളത്തിലെ 1-2 മീഡിയാസ് ഒഴിച്ച്, ഓൺലൈൻസും ബാക്കിയുള്ളവർ ഒഴിച്ച് ആരും അതൊന്നും ഇടാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ്. അത് ഓൺലൈനിലും പ്രസ് ക്ലബിൽ വിളിച്ച് നടത്തിയ പ്രസ് മീറ്റാണ് തിരുവനന്തപുരത്ത്. അതാ ഈ ഓൺലൈൻസിൽ കുറച്ച് വന്നതല്ലാതെ എല്ലാവരും അത് സപ്രസ് ചെയ്ത് അതിനെ അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തി വെക്കുകയായിരുന്നു അവിടെ ചെയ്തത്. ഈ വിവരമൊക്കെ ഞാൻ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരാണ് ഇതിനെ അന്വേഷിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ജനവികാരം മാനിച്ച്, ഭക്തരുടെ വികാരം മാനിച്ച് ഏത് സംഘടന ഇതിനെ ടേക്കപ്പ് ചെയ്യും? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അന്വേഷണം എത്തുന്നുണ്ടോ, അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നതിലേക്കൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്ത് ജനങ്ങളാണ് പ്രധാനമായും നിൽക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് ജനങ്ങളാണ്. ജനങ്ങൾക്ക് മുമ്പിലേക്കാണ് സ്വാമി ഭദ്രാനന്ദ സംസാരിക്കുന്നത്. അവരാണ് അങ്ങേ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ശബരിമലയിലെ വലിയ ഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ, നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ജനങ്ങൾ അറിയണം എന്നൊരു കാര്യം. അത് അങ്ങ് കൃത്യമായി പറഞ്ഞാൽ, അതായത് അങ്ങക്ക് അതിനെപ്പറ്റിയുള്ള വ്യക്തമായ ധാരണകളുണ്ട്, പലതും അങ്ങ് മൂടി വെക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.
അത് ജനങ്ങൾക്ക് വേണ്ടി പറയുക എന്നത് ഒരു ധർമ്മത്തിന്റെ കൂടി ഭാഗമല്ലേ? ധർമ്മത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടാണ് 4 പ്രാവശ്യം ജയിലിൽ പോയി ഈ നാട്ടിൽ ഒറ്റപ്പെട്ടത്. ആവശ്യമില്ലാത്ത പഴികൾ കേൾക്കേണ്ടി വന്നത്. ഒരു കാര്യം മാത്രം പറയുകയാണ്, അത് കൂടുതൽ ഞാൻ പറഞ്ഞ് ഇതാക്കുന്നില്ല. പക്ഷെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരും ഗവൺമെന്റും ഒക്കെയാണ് ഇവിടെ ഉണ്ടെങ്കിൽ അവരിത് ചിന്തിക്കട്ടെ. 1998 ശബരിമലയുടെ പുരാതനമായ കൊടിമരമടക്കമുള്ള പല വിലപ്പെട്ട സാധനങ്ങൾ, അതായത് ഇടിമിന്നലേറ്റ് അതിനകത്തൊരു കെമിക്കൽ ആക്ഷൻ ഉണ്ടായി. ആ റിയാക്ഷൻ്റെ ഇതിൽ ആ മെറ്റലിനുണ്ടായിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമാണ്. അങ്ങനെ ഒരു വസ്തു ശബരിമലയിലുണ്ടെന്ന് കർണാടകയിലെ മധ്യരാജാവിന് വിവരം ശബരിമലയിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. അവർ ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് അവരുടെ ടീം ഇവിടെ വന്ന് പരിശോധിക്കുകയും ശബരിമലയ്ക്ക് നൽകിയ ഓഫർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ കണക്കിന് 32 കിലോ 24 ക്യാരറ്റ് ഗോൾഡാണ്. ഒപ്പം 1900 കിലോ കോപ്പർ അവിടെ സംഭാവന ചെയ്തിട്ട് കൊണ്ടുപോയത് എന്താണ്, അല്ലെങ്കിൽ ഇവരെങ്ങോട്ട് അതിനെ മാറ്റി, ആര് മുഖാന്തരം ഓസ്ട്രേലിയയിൽ ഇത് ആ വിദേശ രാജ്യത്ത് ആ ഗ്രൂപ്പിൻ്റെ കയ്യിൽ ഇതെത്തി. അതിനുശേഷം പിന്നെ 2003 തോന്നുന്നു, 3 കിങ്ഫിഷർ എയർലൈൻസ് വരുന്നു. അത് കഴിഞ്ഞ് 2005 അത് ഫ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കിങ്ഫിഷർ മേടിക്കാനുള്ള ഫണ്ട്, ഇതിനുള്ള ഫണ്ട് എവിടെ നിന്നാണ്, ഇതുമായി ബന്ധപ്പെട്ട് എത്ര രൂപ ഇതിലേക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റി എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കേണ്ട അന്വേഷണ സംഘമാണ്. ഇപ്പം ഞാൻ ഇവിടുത്തെ CM അല്ല, കേരളത്തിലെ CM അല്ല ഞാൻ. ഇവിടുത്തെ ജനങ്ങളുടെ ഹിന്ദുവിൻ്റെ വികാരം ഉയർത്തിപ്പിടിച്ച് ഹിന്ദുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ എന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്ന ആളല്ല ഞാനൊരു പൊളിറ്റിക്കൽ ലീഡറല്ല ഞാൻ. എൻ്റെ ഹിന്ദുവിൻ്റെ സുരക്ഷ, ഹിന്ദുവിൻ്റെ വികാരം, ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട ജോലി അവർ ചെയ്യേണ്ടതാണ്. അതിന് എനിക്ക് ആ ജോലി തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്കത് ഫൈറ്റ് ചെയ്യേണ്ടയോ സംസാരിക്കേണ്ടയോ ഒക്കെ ഉള്ളൂ. പണ്ട് ഞാൻ കുറച്ചുകൂടെ അഗ്രസീവായി പറഞ്ഞ് സംസാരിച്ചിരുന്നു. ആ സമയത്തൊക്കെ എനിക്കിവിടെ ഒറ്റപ്പെടൽ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഭഗവാന്റെ ഒരു കളി ഞാൻ മനസ്സിലാക്കിയത്, അതിനുശേഷം വിജയ് മല്യയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ എയർക്രാഫ്റ്റ് പോലും, കമ്പനി പോലും ഇല്ലാണ്ടായി പോകാൻ. ഏറ്റവും നല്ല ബെസ്റ്റ് എയർലൈൻസ് ആയിരുന്നു അതെങ്ങനെ തകർന്നു. അയ്യപ്പനോട് കളിച്ചവരും അയ്യപ്പനെ ചൂഷണം ചെയ്തവരും. ഭഗവാൻ നമുക്ക് ഒരു നിയോഗമായിരിക്കാം, അല്ലെങ്കിൽ ഭഗവാൻ പറയുന്നത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു എനർജിയുടെ ഇതുകൊണ്ട് ഇതൊക്കെ പറയുന്നു. ഇത്രയും വലിയ മാഫിയരോട് പിടിച്ചു നിൽക്കാൻ പോലും നമുക്ക് കഴിയുന്നത് ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹം മാത്രമാണ്. അതുപോലെ തന്നെ ചൂഷണം എന്ന് പറയുന്നത് ഈ മോഷണം മാത്രമല്ല, വലിയവരുടെ വീട്ടിൽ പോയി അവർക്ക് പോയുള്ള സ്പെഷ്യൽ പൂജകളും കാര്യങ്ങളും, ഭക്തന്മാർ കോടാനുകോടി, നിങ്ങൾ നോക്കിയാൽ കാണാം, പാവപ്പെട്ട അയ്യപ്പ ഭക്തർ കർണാടകയിൽ നിന്നോ ആന്ധ്രയിൽ നിന്നൊക്കെ ചെരുപ്പ് പോലും ഇടാതെ നടന്നു വരുന്നതാണ്. അത്രയും ഭക്തിയാണ്, അത്രയും വിശ്വാസമാണ് അയ്യപ്പനിലൂടെ. അപ്പോൾ ശബരിമല പോലും അവിടുത്തെ ആചാരങ്ങളെ പോലും തെറ്റിച്ച് ലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഈ തന്ത്രിയെ പോലുള്ള ഇതുപോലുള്ള കുറെ കുതന്ത്രികൾ ഈ സമൂഹത്തിൽ നിന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 30 രൂപ കൊടുത്തൊരു ശത്രു സംഹാര പൂജ ചെയ്ത, അല്ലെങ്കിൽ 1000 രൂപ കൊടുത്ത ശത്രു മാറും എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു രീതി. ശത്രു സംഹാരം എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതൊക്കെ നമ്മൾ ചെയ്ത് ഇവിടെ കാണിച്ചു കൊടുത്ത കുറെ സാധനങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആ ചോദ്യം അങ്ങയോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. അതിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ഈ വിജയ് മല്യ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പറയുന്നത്, വിജയ് മല്യ അവിടെ സ്വർണം ഭഗവാന് കാണിക്കയായി സമർപ്പിച്ചു. അത് ദ്വാരപാലക ശില്പത്തിൽ ഉൾപ്പെടെ അത് സ്വർണ്ണപ്പാളികളായിട്ട് അവിടെ പതിപ്പിച്ചു. അത് ഈ പറയുന്ന ദേവസ്വം ഉദ്യോഗസ്ഥരെല്ലാം കൂടെ, അല്ലെങ്കിൽ ദേവസ്വത്തിലെ രാഷ്ട്രീയ പ്രമുഖർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് കൊള്ളസംഘം അത് എടുത്തു മാറ്റി എന്നുള്ളതാണ് ഇപ്പോഴത്തെ കേസ്. പക്ഷേ അങ്ങ് ഇപ്പൊ വെളിപ്പെടുത്തിയത് വലിയൊരു വെളിപ്പെടുത്തലാണ്. ഈ ഒരു സ്വർണമോ അല്ലെങ്കിൽ അവിടെ നിന്ന് കടത്തിയ സ്വർണങ്ങളൊക്കെ അപ്പുറത്തേക്ക് അവിടുത്തെ കൊടിമരം, ഭഗവാന്റെ ആ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടിമരം ഒരു ഇടിമിന്നലേറ്റ് അതൊരു പ്രതിഭാസം, ഒരു കെമിക്കൽ പ്രതിഭാസം സംഭവിച്ചു. എനിക്ക് തോന്നുന്നു അത് ഇറിഡിയം ആയിരിക്കാം എന്നാണ് ഞാൻ തോന്നുന്നത്. ആ ഇറിഡിയം പോലുള്ള ഒരു വലിയ വിലമതിക്കാനാവാത്ത കോടികളുള്ളൊരു കാര്യങ്ങളായി മാറുന്നു. അത് മറിച്ചു വിറ്റ്, അത് വാങ്ങി അതിന് പ്രതിഫലമായിട്ട് ശബരിമലയിലേക്ക് തുച്ഛമായിട്ടുള്ള ഒരു സ്വർണം കൊടുത്ത്
ആണ് ഇവർ ഈ കാര്യം ചെയ്തിരിക്കുന്നത്. അതിന് കൂട്ടുനിന്ന ആളുകൾ, അതിലേക്കൊക്കെ അന്വേഷണം പോകണം. ആ മാഫിയ എന്ന് പറയുന്നത് ഭീകരമായ മാഫിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് കേരളത്തിൽ ആരും ഇതിനെപ്പറ്റി ഇതുവരെ സംസാരിച്ചില്ല. ആ മാഫിയക്കെതിരെ സംസാരിക്കുന്ന ആൾ തന്നെ അങ്ങായിരിക്കും ആദ്യമായിട്ട്. അത്രയ്ക്ക് ധൈര്യം അങ്ങ് എന്തായാലും ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. പക്ഷേ ഇതിന്റെ പുറകിൽ, അതായത് ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് നമ്മൾ കേട്ടതിനുമൊക്കെ അപ്പുറത്തേക്ക് എല്ലാ ആളുകളും ചേർന്ന് കളിച്ച വലിയൊരു എന്താണ് ഭീകരമായ ഒരു ഇടപെടലാണ് എന്നല്ലേ സ്വാമിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത്? ഇതിൽ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ഇതിന്റെ പേരെന്ന് പറയുന്നത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇത് അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളയാണ്. അതായത് ആന്റിക് സാധനങ്ങൾ എടുത്ത് വിൽക്കുന്ന ഒരു വലിയ, ഇതിൻ്റെതായ ഒരു ലോബി തന്നെയുണ്ട്, അതിൻ്റെതായ ഒരു മാഫിയ ഉണ്ട്. അപ്പം റഷ്യൻ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്പെയിനിൽ നിന്ന് വന്നവരുമാണ് ഇപ്പോൾ സ്പെയിൻ ബേസ് ചെയ്തിട്ടുള്ളവർ. അതുപോലെ ഓസ്ട്രിയയുടെ ക്യാപിറ്റൽ കേന്ദ്രീകരിച്ചിരിക്കുന്നവരാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 550 കോടിക്ക് അധികമുള്ള സ്വർണം അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ട്. അതിൽ പാലസിനാണ് എല്ലാവരും തൊഴുതുകൊണ്ടും ബഹുമാനിച്ച് നിൽക്കുന്ന കവടിയാർ കൊട്ടാരമാണ് അതിന്റെ പിന്നിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഇതിന്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വിനോദ് റോയും അതുപോലെ തന്നെ അമിക്കസ് ക്യൂറിയും ഇത് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരത്തെ RSSന്റെ അകത്തു നിന്നും BJPക്ക് അകത്തു നിന്നുമുള്ള 2-3 നേതാക്കൾ ഇതിന് ഇടപെട്ടിട്ട് കേന്ദ്രത്തെ ഇടപെടുത്തി ഈ കൊട്ടാരത്തിനെതിരെ അന്വേഷണം നടത്തരുത് എന്ന് പറഞ്ഞ് ഇതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ, അതായത് ഭഗവാനോടും വിശ്വാസികളോടും കാണിക്കുന്ന ഏറ്റവും നെറുകേട് കൊണ്ടാണ് ഞാൻ ഈ സംഘടനയിൽ പോലും എനിക്കിപ്പം സഹകരിക്കാൻ മാനസികമായിട്ട് താല്പര്യമില്ല. ഞാനത് മാറി. അതുകൊണ്ട് ട്രിവാൻഡ്രത്ത് പത്രസമ്മേളനത്തിൽ തന്നെ ഞാനത് പറഞ്ഞു. പക്ഷെ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇവര് ഭയങ്കര ടാക്ട്ഫുൾ ആയിട്ട് പറയുന്നത് വെച്ചാൽ നമ്മൾ ഹിന്ദു വിരുദ്ധരാണ്. യഥാർത്ഥത്തിൽ ഹിന്ദുവിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് ജീവിതം കളഞ്ഞത് നമ്മളൊക്കെ തന്നെയാണ്. അത് ഇനിയും ഫൈറ്റ് അങ്ങനെ തന്നെ ചെയ്യും. കാരണം ഇവിടെ ഹിന്ദുവിന്റെ ആത്മാവും ശരീരവും ആചാരവും ഒന്നും നശിക്കപ്പെടാൻ പാടില്ല. അത് നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ മറ്റു പുറത്തുനിന്ന് വരുന്ന നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ വരുന്നവരെക്കാളും അപകടകാരിയായിട്ടുള്ളവർ നമ്മുടെ അകത്ത് തന്നെ ഉണ്ട്. അത് വളരെ കുറവേ ഉള്ളൂ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വിരലിലെണ്ണാന്നുള്ളവർ. അവരെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ ഇവര് തയ്യാറാവാത്തത് കൊണ്ടാണ് തന്ത്രിയെ ആ രീതിയിലുള്ള ഒരു പ്രഷർ നമുക്ക് എപ്പുറത്തെ സൈഡിൽ നിന്ന് കൊടുക്കേണ്ടി വന്നത്. തന്ത്രിയുടെ കലർപ്പ് ജനങ്ങളെ കാണിച്ചു കൊടുത്തത്. പക്ഷെ ആ തന്ത്രിയെ പുറത്തു കൊണ്ടുവന്നപ്പോഴും ഇവിടുത്തെ ചില BJPയിലുള്ള ആൾക്കാർ അദ്ദേഹത്തെ ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്ത് വന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, അല്ല, ജനങ്ങൾക്ക് അറിയുന്നതാണത്. ഞാനിപ്പോൾ അതിനെപ്പറ്റി ഇത് പറയുന്നില്ല. ഇതിനൊക്കെ മാറ്റം വരണം. അങ്ങനെ ഈ പറയുന്ന പോലെ പൂജയുടെയും ഹോമത്തിന്റെയും ശത്രുസംഹാരം ഒക്കെ പറഞ്ഞ് നടത്തി പറ്റിപ്പ് നടത്തുന്ന ഒരു ഗ്രൂപ്പ്. ശത്രുസംഹാരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യേണ്ടവൻ ചെയ്താൽ അത് ചെയ്തത് തന്നെയാണ്. പക്ഷെ ആർക്കാണ് ഇത് ചെയ്യാൻ അറിയുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് അറിയാത്തത്. അവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതായത് അങ്ങയെ പറ്റി ഈ പറയുന്ന പല ആളുകൾക്കിടയിൽ, വലിയ ബിസിനസ് ഗ്രൂപ്പുകൾക്കിടയിൽ, വലിയ പൊളിറ്റീഷ്യൻസ് ഇടയിൽ, അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ആത്മീയ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്കിടയിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങ് അഘോരിയാണ് എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അങ്ങ് ഒരു സിദ്ധി പുരുഷനാണ്. ഒരു സിദ്ധമായ കഴിവുള്ള, സിദ്ധം അല്ലെങ്കിൽ എന്താ പറയുക, സിദ്ധിയെ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു യോഗിക് തലത്തിൽ നിൽക്കുന്ന ആളാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പം അങ്ങ് പല ആളുകൾക്കും പല വിദ്യകളും പ്രദാനം ചെയ്യുന്നതായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന അങ്ങയോട് ഞാൻ തുറന്നൊരു കാര്യം ചോദിക്കുന്നു. ഈ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ പോയിട്ട് ഗണപതി ഹോമം, ശത്രുസംഹാര ഹോമം, അതുപോലെ തന്നെ പല ഹോമങ്ങൾ കഴിക്കുന്ന ഭക്തരായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഒരു ഹോമം, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഗണപതി ഹോമം കഴിക്കുകയാണെങ്കിൽ 1000 പേരും ഒരു ഗണപതി ഹോമം ഷീട്ടാക്കും. ആ ഒരൊറ്റ ഗണപതി ഹോമമാണ് ആ ക്ഷേത്രത്തിൽ കഴിക്കുന്നത്. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് ഒരു റെസീറ്റ് മാത്രം കൊടുക്കും, ഒരു എന്തെങ്കിലും ഒരു പ്രസാദവും കൊടുക്കും. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ടു ബി ഫ്രാങ്ക്, ഒരു ഗുണം ഉണ്ടാവില്ല. മാത്രമല്ല, ഇപ്പൊ ദേവസ്വം ബോർഡിലെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമായ ഒരു വേദനിക്കുന്ന ഒരു രീതിയാണ്. അതായത് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലേക്ക് ഗണപതി ഹോമം 2 തൊണ്ട് കത്തിച്ച് അതിനകത്തിട്ടിട്ട് കുറച്ച് എള്ളും അവിലും മലരും ഇട്ടിട്ട് അങ്ങ് പോകും. ആൾക്കാർ വന്ന് 150 രൂപയും ചിലത് 1000 രൂപ കൊടുത്തിട്ട് ഗണപതി ഹോമത്തിന് വരുന്നതാണ്. അങ്ങനെ ചെയ്യരുത്. ഗണപതി ഹോമം അതിൻ്റെതായ ശക്തിയുള്ള സാധനമാണ്. ആ മന്ത്രം ഉച്ചരിക്കുമ്പോൾ തന്നെ ഓരോ മന്ത്രം, അതായത് സൂക്ഷ്മ ശരീരത്തിന്റെ ഔഷധമാണ് മന്ത്രം എന്ന് പറയുന്നത്. സ്ഥൂല ശരീരത്തിന്റെ ഔഷധമാണ് മരുന്നെന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ രോഗത്തിനനുസരിച്ച് ഇപ്പൊ ഒരു പാരസിറ്റമോൾ തന്നെ കൊടുത്തിട്ട് നെഞ്ചുവേദനയ്ക്കും തലവേദനയ്ക്കും പൈൽസിനും അല്ലെങ്കിൽ
ഓരോ മുട്ടുവേദനയ്ക്ക് എല്ലാത്തിനും ഒരു മരുന്ന് കൊടുക്കുന്ന പോലെയാണ് ഇവർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആചാര രീതികൾ. അതിന് മാറ്റം വരണം. അത് മാറ്റം വരുത്താൻ ഇവർ സമ്മതിക്കില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഇതൊരു ബിസിനസിന്റെ കാര്യമാണ്. ഈ അമ്പലങ്ങളിൽ നടക്കുന്ന, അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അതൊരു ഉപജീവനമാണ്. എന്നാൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഭക്തർക്ക് അത് ജീവനമാണ്. അതായത് ഭയങ്കര ഒരു പോയിന്റാണത്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവനവും, ആ അമ്പലത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു അവരുടെ തൊഴിലിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അവർക്കൊരു ഉപജീവനമാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായ ആത്മാർത്ഥത അതിലുള്ളൂ എന്നുള്ളതാണ്. കൃത്യമായിട്ടൊരു ഗുരു നമ്മുടെ സമൂഹത്തിന്, ഈ വിശ്വാസ സമൂഹത്തിന്റെ ഇടയിൽ വേണം. എന്നാൽ പല ഗുരുക്കന്മാരും ഇന്ന് സന്യാസിമാരാന്ന് പറഞ്ഞ് ഇന്ന് മഠങ്ങളുടെ ഭാഗമായിട്ടും പല ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടും നടക്കുന്നവർ പോലും അവരും അതൊരു കൾട്ടായിട്ട്, ഒരു റിലീജിയന്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ അവർക്ക് അതൊരു കൊമേഴ്ഷ്യൽ രീതിയിൽ, ഒരു പൊളിറ്റിക്കൽ രീതിയിലും അവരതിനെ കൈകാര്യം ചെയ്തു പോവാം. അതും വളരെ വലിയൊരു അപകടം പിടിച്ച ഒരു പ്രശ്നമാണ്. ആൾക്കാരുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് എന്ത് രോഗമാണുള്ളത്, ആ രോഗത്തിന് ഏത് മരുന്നാണ്, അതുപോലെ ഏത് മന്ത്രമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഒരു ക്രിയ ചെയ്യുമ്പോഴാണ് അത് സൂക്ഷ്മതലത്തിൽ ആൾക്കാർക്ക് മാറ്റം വരുന്നത്. അപ്പൊ ഈ അമ്പലത്തിൽ പോയി ഇതൊരു മറ്റ് വിദേശ മതങ്ങൾ ചെയ്യുന്ന പോലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ അവരുടെ ഇത് ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ ഹിന്ദുവിസത്തെ ഒരു മതമാക്കി മാറ്റിയിരിക്കുന്നത് നമ്മുടെ ഒരു സംസ്കാരമാണെന്നുള്ളത് വീണ്ടും മറന്നു പോകുന്നു. നമ്മൾക്ക് കൃത്യമായിട്ടൊരു ഗുരു ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യം മറന്നു പോകുന്നു. ഇപ്പോൾ ഗുരുക്കളെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ മാക്സിമം ഈ പറയുന്ന പോലെ നമ്മൾ കാണുന്ന ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഗുരുസ് ആണ്. ആവശ്യമില്ലാത്ത കുറെ പഴയ കാലത്തെ, ഇപ്പം നമ്മുടെ 3 യുഗങ്ങള് ഉണ്ട്. ആ കഴിഞ്ഞുപോയ 3 യുഗങ്ങളിൽ ഉപയോഗിച്ചിരുന്ന രീതികളായിരുന്നു ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നത്. യാഗവും യജ്ഞവും ഒന്നും ഈ കലിയുഗത്തിൽ ആവശ്യമുള്ളതല്ല. തപസ്സിന്റെ ഒരു ടൈം ഉണ്ടായിരുന്നു, യാഗത്തിന്റെ ടൈം ഉണ്ടായിരുന്നു, യജ്ഞത്തിന്റെ ടൈം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഓരോ കാലഘട്ടത്തിലും ഉള്ളത് ഓരോ സംഭവമാണ്. ഇന്ന് കലിയുഗത്തിൽ വേണ്ടതെന്ന് പറയുന്നത് താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മന്ത്രജപവുമാണ്. അപ്പൊ ഈ മന്ത്രത്തിന്റെ കളി എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ക്ഷേത്രങ്ങളിൽ ഈ പൂജയും ഹോമവും നടത്തുമ്പോൾ ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റാതെ വരുമ്പോഴാണ് അവരുടെ സൂക്ഷ്മതലം തകരുന്നത്. സൂക്ഷ്മതലം തകർക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്. ഇപ്പം നമ്മളുടെ ബോഡി 2 എനർജിയാണ് അതിനെ, അത് സൂക്ഷ്മവും സ്ഥൂലവും എന്ന് പറഞ്ഞു പോകും. സ്ഥൂല ശരീരം, ഫിസിക്കൽ ബോഡി കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ സൂക്ഷ്മ ശരീരം അതുപോലെ വർക്ക് ചെയ്യണം. അപ്പൊ ഇതിന് സിദ്ധി തലത്ത് അല്ലെങ്കിൽ സിദ്ധി പുരുഷന്മാർ അല്ലെങ്കിൽ അതുപോലെ തന്നെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ കൈകാര്യം ചെയ്തിരുന്നൊരു മേഖലയാണ്. ശരീരം എന്ന് പറയുന്നത് ഭൗതികമാണ്, ആത്മാവും സൂക്ഷ്മ ക്രിയകളും എല്ലാം ഇത് ആത്മീയപരമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഈ ആത്മീയപരമായിട്ട് നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആയില്ലെങ്കിൽ, ആത്മാവില്ലാത്തൊരു ശരീരം ശവമാണ്, അത് മാറിക്കൊണ്ടേയിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പൂജാരിമാർ എന്ന് പറയുന്ന, ഇപ്പൊ ശബരിമലയിൽ തന്നെ അവർക്കൊരു ദിവസം വരുന്ന കോടികൾ, ഒരു വർഷം 19 കോടിക്ക് തൊട്ട് ഒരു 100 കോടി വരെ അവർക്ക് അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള ദക്ഷിണകളാണ് വരുന്നത്. ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരുമായിട്ട്, എല്ലാ പൊളിറ്റീഷ്യൻസും ഇവരെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിനു വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഈ തന്ത്രി എന്ന് പറയുന്നത് അയ്യപ്പന്റെ അപ്പൻ എന്ന് പറയുന്ന സ്ഥാനം കൽപ്പിച്ചാണ് നിൽക്കുന്നത്. ആന്ധ്രയിൽ ജനിച്ച ഈ തന്ത്രി കുടുംബം എങ്ങനെ കേരളത്തിൽ ജനിച്ച അയ്യപ്പന്റെ അപ്പനാവും? അതിന്റെ യഥാർത്ഥ അവകാശികൾ എന്ന് പറയുന്നത് അവിടുത്തെ ആദിവാസികളാണ്. ഇവർ ഈ കൈയടക്കി വെച്ചിരിക്കുന്ന, ഇത്രയും ഈ അടിമത്തത്തിനെതിരെ ഫൈറ്റ് ചെയ്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടായിട്ട് പോലും ഇവർക്ക് ഈ ഒരു ആദിവാസികളെ അവരുടെ നിന്ന് പിടിച്ചെടുത്ത് അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ ആചാര രീതികൾ, ആദിവാസികൾക്ക് ആരുമില്ല സത്യം പറഞ്ഞാൽ. അവരുടെ ആചാരങ്ങൾ പലതും, റീസെന്റ് ആയിട്ട് ഇന്നലെയും കൂടെ അവിടെ നിന്ന് ഒരാളെന്നെ വിളിച്ചു പറഞ്ഞു, അവരുടെ ആചാരം സംരക്ഷിക്കാൻ ആളില്ല. അപ്പൊ ഇവിടെ ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ പേരിൽ ഇതിന് അയ്യപ്പനെ വെച്ച് കളിക്കുകയാണ്. യഥാർത്ഥത്തിൽ അയ്യപ്പന്റെ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അയ്യപ്പൻ ഹരിഹരപുത്രൻ എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നത് പോലും തെറ്റാണ്. യഥാർത്ഥത്തിൽ ധാർമ്മികപരമായി പറയുകയാണെങ്കിൽ ഹരിയും ഹരനും സനാതന ധർമ്മത്തെ പറ്റി പഠിക്കുമ്പോൾ അറിയാം, നീ ഒരു കാര്യത്തെ പറ്റി പറയുകയോ മനസ്സിലാക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അതിനെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയ അടിത്തറ ഉണ്ടാവണം. ശരിയല്ലേ? അതാണ് മറ്റു മതങ്ങൾ പറയുന്നത് പോലെ യുക്തിരഹിതമായല്ല സനാതന ധർമ്മം പഠിപ്പിക്കുന്നത്. ആണും ചേർന്നാൽ കുട്ടി ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ ഹരിയും ഹരനും ചേർന്ന് എങ്ങനെ കുട്ടി ഉണ്ടാവും എന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ പലവരിടത്തും ചോദിച്ചപ്പോൾ അവർ മിണ്ടിയിട്ടില്ല. അവർ പറഞ്ഞു ഇതൊന്നും പറയരുത്. ഞാൻ പറഞ്ഞു ഇത് എന്റെ ജോലി എന്ന് പറയുന്നത്, എന്റെ അജ്ഞതയാകുന്ന തിമിരത്തെ തുടച്ചു നീക്കലാണ് ഒരു ഗുരുവിന്റെ ജോലി, അല്ലെങ്കിൽ എനിക്ക് തന്ന ഉത്തരവാദിത്വം അതാണ്.
അല്ല, അവിടെ പറയുന്നത് മോഹിനി രൂപം എടുത്തു എന്നല്ലേ? ഞാൻ ചോദിക്കട്ടെ, പാർത്ഥ, മോഹിനി രൂപം എടുത്തു എന്ന് പറഞ്ഞു. മോഹിനി, അതായത് അങ്ങനെയാണെങ്കിൽ ഹരിയും ഹരനും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ശിവൻ, ഞാനൊരു ശിവോപാസകനാണ്, എന്റെ ശിവൻ ആദ്യം ഒരു അയ്യപ്പന്റെ അപ്പനാണ് ശിവൻ എന്ന് പറയുകയാണെങ്കിൽ എന്റെ ശിവനെ ഒരു കോഴിയായിട്ട്, ഒരു വിമണൈസറായിട്ട്, അതുപോലെ തന്നെ ഒരു ഭീരുവായിട്ട്, അതുപോലെ തന്നെ ഒരു ത്രികാലജ്ഞാനി അല്ലാത്തൊരു ഒരു മണ്ടനായിട്ട്, പൊട്ടനായിട്ടൊക്കെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കഴിയുമോ അങ്ങനെ? അപ്പൊ ചോദിക്കും അതെങ്ങനെയാണ്? അതായത് ഭസ്മാസുരന് വരം കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് ഈ ഒരാളെ കാണുമ്പോൾ അവൻ അത്രേ നമുക്ക് എട്ടിന്റെ പണി തരുമെന്ന് അറിയുന്നവനാണ്, അല്ലെങ്കിൽ നമ്മളെ പണി തരുമെന്ന് അറിയുന്നതാണ് ഒരു വ്യക്തിയെങ്കിൽ അവന് വരം കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്നവൻ മണ്ടനല്ലേ? ശിവൻ ത്രികാലജ്ഞാനിയല്ലേ? നാളെ വരാൻ പോകുന്ന കാര്യം ഇന്നേ അറിയാൻ കഴിയുന്ന ജ്ഞാനമുള്ള വ്യക്തിയല്ലേ? അങ്ങനെയാണെങ്കിൽ ശിവൻ അത് കൊടുക്കുമോ എന്നുള്ളത് ഒരു ചോദ്യം. അപ്പൊ ഇവരങ്ങനെ പറയുകയാണെങ്കിൽ ശിവൻ ഒരു പൊട്ടനാണെന്ന് പറയേണ്ടി വരും. അടുത്തത്, ശിവൻ ധീരന്മാരുടെ ധീരനാണ്. ആരും ശിവന്റെ മുന്നിൽ നിൽക്കില്ല. എല്ലാത്തിനെയും ഭസ്മമാക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു അത്രയും ശക്തി സ്രോതസ്സായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ശിവൻ. ആ ശിവൻ ഒരാൾ വിരട്ടി കഴിയുമ്പോൾ ശിവൻ ഓടുകയാണ്. അയ്യോ എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ് ഓടുമ്പോൾ സെൻട്രൽ ഇന്റലിജൻസിൽ നിന്ന് റിപ്പോർട്ട് കിട്ടി. അവിടുന്ന് നേരെ മോഹിനി രൂപത്തിൽ വിഷ്ണു വന്നു. വിഷ്ണു രക്ഷപ്പെടുത്താൻ വന്നു. അപ്പൊ ശിവൻ പേടിത്തൊണ്ടനായിട്ട് ഓടുന്ന ഒരു അവസ്ഥയുള്ള ഒരു ശിവനെയാണോ നമ്മൾ ആരാധിക്കുന്നത്? അപ്പൊ അതിനെന്ത് ലോജിക്കാണുള്ളത്? അത് അങ്ങനെ ഒരു ഭാഗം. അങ്ങനെ ഓടിക്കഴിഞ്ഞ് മോഹിനി വന്നു. മോഹിനി ഒരു മുദ്ര കാണിച്ചു, ഉച്ചിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഭസ്മാസുരൻ ഭസ്മമായി തീർന്നു എന്നുള്ളതാണ് നമ്മൾ അറിയിച്ചിരിക്കുന്ന കഥ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം മോഹിനിയോട് ശിവന് പ്രണയം തോന്നി. അവർ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടു. അതിലുണ്ടായ കുട്ടിയാണ് അയ്യപ്പൻ. ഈ പാർവതി അല്ലാതെ, സതിയല്ലാതെ ഒരു രൂപം എൻ്റെ മനസ്സിലില്ല എന്ന് വിശ്വസിച്ച് ഏകപത്നി ഏകഭർത്തൃ ബന്ധം പുലർത്തി നടക്കുന്ന ഒരു ശിവനെ പറ്റിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഒരു പെണ്ണ് വന്ന് അവരുടെ ഡാൻസും ഭാവങ്ങളും ഒക്കെ കണ്ട് അവരുടെ കൂടെ പോവുകയാണെങ്കിൽ ആ ശിവൻ എന്ത് തപസ്സാ ഉള്ളത്? അല്ലെങ്കിൽ ആ ശിവൻ എത്ര ധർമ്മപുത്രനാണ്, അല്ലെങ്കിൽ അധർമ്മിഷ്ഠനാണ്, അല്ലെങ്കിൽ ഭാര്യയോടുള്ള ആ ധർമ്മം പുലർത്തുന്നതാണെന്നൊക്കെ പറയുന്നില്ല. എന്തിയോ യുക്തിയാണുള്ളത്. അപ്പൊ അതും അവിടെ തെറ്റിക്കുകയല്ലേ ഇവര്? ഇനി അതെല്ലാം പോട്ടെ, ഒറ്റ ചോദ്യത്തിൽ ഞാൻ ഇതുവരെ പൊളിച്ചു കളഞ്ഞതൊരു ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് എന്നെ ഇവര് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഭസ്മാസുരൻ ഏത് യുഗത്തിലാണ് ഉണ്ടായത്? പുരാണ കഥകളിൽ നോക്കും. അങ്ങനെയാണെങ്കിൽ ഈ അയ്യപ്പന്റെ ഇത് ഏത് യുഗത്തിലാണ് പന്തളം കൊട്ടാരം വന്നത്? ആ ഡിഫറൻസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞു പണ്ടാരോടങ്ങി പോകും. അപ്പൊ നിങ്ങൾ ഈ കള്ളക്കഥകൾ പറഞ്ഞ ആൾക്കാരെ വിശ്വസിപ്പിക്കുന്നത്, പറ്റിക്കുന്നത്, നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടി എന്തെല്ലാം പണികളുണ്ട്. ഇതുകൊണ്ടാണ് മറ്റു മതങ്ങളും മറ്റു ആൾക്കാരും ഇതൊക്കെ പറ്റിപ്പാണ് തട്ടിപ്പാണെന്ന് പറഞ്ഞ് അവരുടെ മതത്തിലേക്ക് ആൾക്കാരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ അകത്തുള്ള കുറെ ആൾക്കാരാണ്. നമ്മുടെ സംസ്കാരം നശിപ്പിക്കുന്നത് ഇതുപോലുള്ള ഇലോജിക്കലായിട്ടുള്ള സാധനങ്ങളും പൊട്ടത്തരങ്ങളും പറഞ്ഞു വരുമ്പോൾ ഇന്നത്തെ യുവാക്കളൊന്നും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവർക്ക് ബുദ്ധിയുണ്ട്, ചാറ്റ് GPT മറ്റുള്ളതൊക്കെ പിടിച്ച് റെഫറൻസ് ആണുണ്ട്. നമുക്കൊരാളെ പറ്റിക്കാനും രക്ഷപ്പെടാനും ഒരിക്കലേ ചാൻസ് കിട്ടുള്ളൂ. അപ്പൊ ഇവർ ഇതുപോലുള്ള ഹീനപ്രവർത്തനങ്ങൾ, ഹീനവർത്തമാനങ്ങൾ ഇതൊക്കെ നടത്തി ആൾക്കാരെ ചൂഷണം ചെയ്യാണ്. ഇവർക്ക് ആരാണ് എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഈ പറയുന്ന ഇവിടുത്തെ കുറെ ഇവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഈ ഒരു പുരോഹിത വർഗം. പിന്നെ ഇവിടെ കുറച്ച് ചില സവർണ സ്വാമിമാരുണ്ട്, സവർണ ചിന്താഗതിയുള്ള സ്വാമിമാർ എന്ന് പറഞ്ഞ് നടക്കുന്നത്. അവർക്ക് അവരുടേതായ ഒരു കോക്കസ് ഉണ്ട്. അവർ കാവ്യാണ് ധരിക്കുന്നത്, അവർ മഠങ്ങളിലാണ് താമസിക്കുന്നത്. പക്ഷെ അവർക്ക് ഒരിക്കലും ആ ഒരു വർഗീയ ചിന്ത വിട്ട് താഴോട്ട് വരാൻ പറ്റുന്നില്ല. അവര് ശങ്കരന്റെയോ ശ്രീനാരായണ ഗുരുദേവന്റെയോ സിദ്ധാന്തത്തിലൊന്നും, അദ്വൈത സിദ്ധാന്തത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. അവർക്ക് അവരുടേതായ കോക്കസ്, അവർക്കൊരു പവർ വേണം, ഒരു മഠാധിപതിയായിരിക്കണം, അവരുടെ കീഴിൽ കുറെ ആൾക്കാർ വേണം. ഇവരൊന്നും ഈ നമ്മുടെ ആൾക്കാർക്ക് ആത്മീയപരമായിട്ട് ഒരു ഊർജം കൊടുത്ത് അവരുടെ കുടുംബം, അവരുടെ ജീവിതം, അവരുടെ കഴിവുകളൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നില്ല. അവർക്കെല്ലാവർക്കും ഒരു പ്രത്യേക ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഞാനത് പറയുന്നത് ശരിയല്ല. എന്തോ അവരോട് എനിക്ക് മറ്റു വിരോധം ഉണ്ടെന്ന് വേണമെങ്കിൽ ഇവര് സമൂഹം പറയും. അവരവരുടെ കർമ്മഫലം അനുഭവിക്കും, അത് വേറെ കാര്യം. പക്ഷെ ഈ ഒരു കോക്കസിന്റെ കയ്യിൽ നിന്നും ഈ ഇത്രയും നന്മയുള്ള, ഇത്രയും ധർമ്മത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഹിന്ദു സമൂഹത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വലിയ ചലഞ്ച്. അല്ല, ഇത്രയും ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു സ്വാമി, എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു ഒരു സിദ്ധപുരുഷൻ എന്നൊക്കെ പറയുന്ന അങ്ങേപോലുള്ള ആളുകൾ ഇത്
ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഇപ്പം ഈ പറയുന്ന ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും കേട്ട് പഠിച്ച് അതാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ സനാതനത്തെ സംബന്ധിച്ച് അങ്ങ് തന്നെ പറയുന്നു, അല്ലെങ്കിൽ മറ്റു പല ആളുകളും പറയുന്നത് ശാസ്ത്രീയമാണ്, ഈ കഥകളൊന്നും യഥാർത്ഥമല്ല, അതൊക്കെ ഒരു സിമ്പലുകളാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇതിന്റെ പുറകിലെ ആ ശാസ്ത്രീയത പറയാൻ അങ്ങേപ്പോലുള്ള ആളുകൾ മുന്നോട്ട് വരണ്ടേ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല പാർത്ത, ഞാൻ കേരളത്തിൽ അങ്ങനെ ഒരു ഗുരുവായി നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല. എൻ്റെ റോളൊക്കെ ഞാനിവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് വിട്ടുപോയാണ്. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു. അപ്പം നിങ്ങളെപ്പോലുള്ള കുറച്ച് അതും എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഓൺലൈൻസിൽ മാത്രം ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. വലിയ നമ്മുടെ കെയർ ഓഫിലുള്ള പല ചാനൽ, ഇപ്പോൾ 24 ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിൽ ശ്രീകണ്ഠൻ നായർ ജിയെ പോലുള്ള കുറച്ച് ആൾക്കാർ അതിനകത്തുണ്ട് പറയുന്നത് അവർ ജനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന്. ഞാൻ ബാക്കിയുള്ള ചാനലുകളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ആക്ച്വലി. കാരണം എനിക്ക് ന്യൂസ് 18 പോലുള്ള ചാനലുകൾ ന്യൂസ് 18 എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവര് ഇത് വളരെ, അത് ഇവിടുത്തെ ചാനലല്ല, അത് ഔട്ട്സൈഡ് ഗ്രൂപ്പാണ്. ന്യൂസ് 18ന്റെ സിസ്റ്റം അവർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അവർ ചെയ്തു. ബാക്കിയുള്ള പല 24 എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ചാനലാണ്. ബാക്കിയുള്ള അവരൊക്കെ ചെന്ന് ബാക്കി പല ചാനലുകളിലും എന്ന് പറയുന്നത് ഈ ആന്റി നാഷണൽസിന്റെ ഫണ്ടിങ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ദേശവിരുദ്ധ ശക്തികളുടെ ഫണ്ടിങ്ങും പണ്ടത്തെ ഇവർ എനിക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല. ചെയ്തു കഴിഞ്ഞാൽ അവനൊക്കെ അനുഭവിക്കുന്ന ഒരു പത്രപ്രവർത്തന റോട്ടിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? അതെ, അതിനുശേഷം ഉണ്ടായ ആ ഒരു അനുഭവം കൊണ്ട് ബാക്കിയുള്ളവന്മാർ അധികം പഴയതുപോലെ അഭ്യാസം കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവർ ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ജനനന്മയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന സാധനം അവർക്ക് ഇടാതിരിക്കാൻ പറ്റും. അപ്പോൾ എത്ര പത്രസമ്മേളനം ഞാൻ നടത്തി, എത്രയെല്ലാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പം നിങ്ങൾ ഓൺലൈൻസിനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ ആരുടെ മുഖം നോക്കാതെ പത്രധർമ്മം പാലിക്കുന്നു. മറ്റത് പത്രപ്രവർത്തകർ എല്ലാ ഈ പറയുന്ന പോലെ ചാനലിലും എൻ്റെ സുഹൃത്തുക്കളുണ്ട്, നല്ല സ്നേഹമുള്ള നല്ല ജേർണലിസ്റ്റുകളുണ്ട്. പക്ഷേ ഈ മാനേജ്മെന്റിന് പല ടീമുകളുമായിട്ടും ഹാൻഡ് ഇൻ ഹാൻഡ് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ഇവർ ഇടണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയാൽ അവർ ഇടില്ല. അതിന് ഞാൻ മനസ്സിലാക്കിയത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അത് ഞാൻ ട്രിവാൻഡ്രത്ത് പത്രസമ്മേളനം നടത്തി പറഞ്ഞതാ. 550 കോടിയുടെ കൊള്ളയാണ് പാർത്ഥ നടന്നിരിക്കുന്നത്. 550 കോടി. അതും ഈ ഇടതുപക്ഷ സർക്കാർ അതിനെതിരെ ഒരു ആക്ഷനും എടുക്കുന്നില്ല എന്നുള്ളത് അത്ഭുതമാണ്. കാരണം അവർക്ക് എടുക്കാനുള്ള പവർ ഉണ്ട്. കാരണം 7 ഏക്കർ 10 സെന്റ് സ്ഥലം പത്മനാഭസ്വാമി ക്ഷേത്രം ഇരിക്കുന്നത് പുറമ്പോക്ക് ഭൂമിയിലാണ്. എന്റെ റെക്കോർഡ് ഞാൻ കാണിച്ചു കൊടുത്തു. പുറമ്പോക്ക് ഭൂമിയിൽ ഇരിക്കുന്നതാണ്. പുറമ്പോക്ക് ഭൂമിയിൽ ഇരിക്കുന്നതിന്റെ ക്രിയാവിക്രിയങ്ങൾ നടത്താനുള്ള പവർ ആർക്കാണുള്ളത്? എല്ലാം ഗവൺമെന്റിനാണുള്ളത്. ഒരു ഗവൺമെന്റിന്റെ അധീനതയിൽ അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും മോഷണം പോയി കഴിഞ്ഞാൽ അത് ബി നിലവറയിൽ എന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. BBC പോലുള്ള ഇന്റർനാഷണൽ ചാനലെല്ലാം വന്ന് ഇവിടെ ബി നിലവറയുമായി ബന്ധപ്പെട്ട് നോക്കിയിരുന്നത് 75 ലക്ഷം കോടി രൂപയുടെ പ്രോപ്പർട്ടിയാണ് അതിനകത്തിരിക്കുന്ന അസറ്റ് എന്ന് പറയുന്നത്. 75 ലക്ഷം ക്രോസ്. 75 ലക്ഷം കോടിയുടെ ഇതിലാണ് മേളിലാണ് അതിന്റെ അസറ്റ് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള സാധനം. അപ്പൊ എത്ര രാജ്യങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് മോഷണം പോയിരിക്കുന്ന സാധനങ്ങൾ ഇതിനോട് ചോദിക്കാനാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച 17 പേര് മരണപ്പെട്ടു കഴിഞ്ഞു. ഒരു വക്കീലിനെ അദ്ദേഹത്തിന്റെ കൊല്ലാൻ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്ന അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഡ്രൈവർ കണ്ടെയ്നർ ലോറി കൊണ്ട് ഇടിച്ചിട്ട് സ്പോട്ടിൽ മരിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരി ആ വണ്ടി എടുത്തുകൊണ്ട് പോയി അവരെ ഇടിച്ച് അവർ ICUയിലായി. അതുപോലെ അതിനകത്ത് അത്രയും ഭീകരമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹിന്ദു സമൂഹത്തെ ഇത്രയും രീതിയിൽ പറ്റിക്കുന്ന ഈ ആൾക്കാരെല്ലാം ഹിന്ദുവിന്റെ രക്ഷകരാന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറെ ആൾക്കാരാണെന്ന് ഓർക്കണം. അതിലാണ് ഏറ്റവും പെയിൻഫുൾ ആയിട്ട് വരുന്നത്.